ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ്. അതിൽ ഈ തീവ്രവാദത്തിനെ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടി. അതായത് തീവ്രവാദികൾ ആരാണ്, തീവ്രവാദി എന്ത് ചെയ്തു, തീവ്രവാദികൾ എവിടെ നിന്നൊക്കെ വന്നു, ഏത് കോളേജിൽ പഠിക്കുന്നു, ഇവരെല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇവരുടെ പേരും വിലാസവും എല്ലാം തന്നെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഗവൺമെൻറ്. എന്നിട്ടും ഈ പാർട്ടി ബേസിലുള്ള പൊളിറ്റിക്കൽ ആരോപണങ്ങൾ, ഈ പൊളിറ്റിക്കൽ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റണ്ടാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ, അതായത് തീവ്രവാദത്തിനെ ലഘൂകരിക്കുന്ന ഒരു ഏർപ്പാട്, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ലതല്ല, ഡേഞ്ചറാണ്. അപ്പോൾ ആ ഒരു ഡിസ്ക്ലൈമറോട് കൂടി തന്നെ നമ്മൾ ഈ വീഡിയോ തുടങ്ങാം. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പം ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസത്തിന് മുമ്പോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിന് മുമ്പോ ഗവൺമെൻറ്റിന് ഇത് ചെയ്യാമായിരുന്നു. പിന്നെ ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ ഇലക്ഷൻ നടന്ന സ്റ്റേറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അടുത്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ ഒരു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവം സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം തന്നെ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരിക്കലും കരുതാൻ കഴിയില്ല. കാരണം ഇത് പ്യൂർലി ഒരു തീവ്രവാദ ആക്രമണമാണ്. ഇങ്ങനെ തീവ്രവാദികൾ തന്നെ ഈ രീതിയിലുള്ള വാർത്തകൾ പടച്ചു വിടും. അതിനെ ഫോളോ ചെയ്തുകൊണ്ട്, അതിനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് വരുന്ന വാർത്ത സത്യമാണോ ഫേക്കാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത രീതിയിൽ ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ്. അങ്ങനെ നമുക്ക് പറയാനുള്ളൂ ഇതിനകത്ത്. ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ബേസ് ചെയ്തല്ല പറയുന്നത്. ഇത് സെൻട്രലിൽ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും തീവ്രവാദ ആക്രമണത്തിനെ തന്നെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനെ തീവ്രവാദ ആക്രമണമെന്ന് തന്നെ കണ്ടെത്തി മുദ്രകുത്തി ഈ തീവ്രവാദത്തിനെതിരെ പൊരുതി നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ പൊട്ടിത്തെറി നാളെ നമ്മളുടെ അയൽവക്കത്തും സംഭവിച്ചെന്ന് വരും. പിന്നെ അന്ന് ഏത് പാർട്ടിയാണ് സെൻട്രലിൽ ഭരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പണിയും കിട്ടും. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ തീവ്രവാദത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ഏറ്റവും കൂടുതൽ മറ്റുള്ള സൊസൈറ്റിക്ക് നൽകേണ്ടത്. കാരണം അവർക്കറിയാം ഇതിനകത്ത് എന്താണെന്നുള്ളത്. അപ്പം ഈ മാന്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഏത് തരത്തിലാണ് അവർ ജീവിക്കുന്നതെന്നും ഈ തീവ്ര നിലപാടുള്ള ആൾക്കാർ ഏത് രീതിയിലാണ് അവർ ഇതിനെ നോക്കിക്കാണുന്നതെന്നുമുള്ള രണ്ട് വ്യത്യാസമുണ്ട് ഇവിടെ. ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് പൊതുജനങ്ങളെ അറിയിക്കാനും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എതിരെ ശബ്ദമുയർത്താനും അവർ മടിക്കാൻ പാടില്ല. കാരണം ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യ ശരിക്കും ഒരു സെക്യുലർ രാജ്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. മാനവികത ഉയർത്തിപ്പിടിക്കുകയും മതവിശ്വാസത്തിനെയും ഇതേപോലെ തീവ്ര നിലപാടുള്ള ആശയങ്ങളെയും പിന്നിലേക്ക് തള്ളുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധമുണ്ടെങ്കിൽ പിന്നെ ഇതേമാതിരിപ്പെട്ട ആരോപണങ്ങൾ ഒരിക്കലും ഉന്നയിക്കില്ല. ഇതൊരു തീവ്രവാദ ആക്രമണമാണ്. അതിൻ്റെ എല്ലാവിധ രേഖകളും തെളിവ് സഹിതം NIAയുടെ പക്കലും NSGയുടെ പക്കലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് 3 രാജ്യങ്ങളാണ് ഇൻവോൾവ് ആയിട്ടുള്ളതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. ബംഗ്ലാദേശ്, തുർക്കി, ഖത്തർ. ഖത്തർ ഫണ്ടിങ്ങിന്റെ പേരിൽ മാത്രമാണ്. ഖത്തർ ആളെ ഇറക്കി കളിക്കുന്നില്ല. ആളെ ഇറക്കി കളിക്കുന്നത് ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടന, ജയ്ഷ് ലഷ്കർ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള സംഘടനകളാണ് ആളെ ഇറക്കി കളിക്കുന്നത്. പക്ഷേ അതേസമയം ഇന്റർനാഷണൽ ആശയങ്ങൾ കൊടുക്കുന്നതും ലോജിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് തുർക്കിയാണ്. ഇതാണ് ഇതിന്റെ ഒരു റൂട്ട് മാപ്പ്. തുർക്കി മീഡിയ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് 10-ാം തീയതി ഇന്ത്യക്കുള്ളിൽ നടക്കാനിരുന്ന ഈ ഒരു തീവ്രവാദ ആക്രമണത്തിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് തുർക്കിയിൽ നിന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്ത തുർക്കിയുടെ മാധ്യമം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് തീവ്രവാദ ആക്രമണമാണെന്ന് തുർക്കി തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇന്ത്യക്കുള്ളിലുള്ള ചിലർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ട് തൊട്ടേ നടന്ന തീവ്രവാദ ആക്രമണങ്ങളെല്ലാം ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ നടപ്പിലാക്കുന്ന പദ്ധതികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. അത് അംഗീകരിക്കേണ്ടി വരും. പ്രൈം മിനിസ്റ്റർ മോദി ഈ അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആൾക്കാരെ സന്ദർശിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും എന്നുള്ള വാഗ്ദാനവും കൊടുത്തിട്ടുണ്ട്. പിന്നീട് വാർത്ത വരുന്നത് ബംഗ്ലാദേശിൽ നിന്നും വെസ്റ്റ് ബംഗാൾ കൊൽക്കത്തയിലേക്ക് വരുന്ന കൺസൈൻമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ സംശയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ പേരിൽ മിസ്റ്റർ ഗുപ്ത എന്ന് പറഞ്ഞൊരു വ്യക്തി 900 പ്രാവശ്യം ബാങ്കോക്ക് വെസ്റ്റ് ബംഗാൾ ട്രിപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പം ഈ 900 തവണ യാത്ര നടത്തിയതും വിവിധ തരത്തിലുള്ള പാസ്പോർട്ടുകൾ, ഫേക്ക് പാസ്പോർട്ട് എടുത്താണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വ്യക്തിയാണ്, പക്ഷേ ഇതേപോലെ എത്ര വ്യക്തികൾ ഇനി അറസ്റ്റിലാവും എന്നുള്ളത് നമുക്കറിയില്ല. ഇത് പുതിയതായിട്ടുള്ള ഒരു ലോബിയുടെ പുറകിലാണ് ഇപ്പം ഈ അറസ്റ്റ് നടക്കുന്നത്. അപ്പം ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് മസാലപ്പൊടി കച്ചവടം, അതായത് ബാങ്കോക്കിൽ നിന്നും എന്തൊക്കെയോ മസാലകൾ കൊണ്ടുവന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്കുള്ളിൽ വിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. എന്ത് മസാലപ്പൊടി, ഏത് തരത്തിലുള്ള പൊടി എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. ഈ അമോണിയം നൈട്രേറ്റ് എന്നൊക്കെ പറയുന്നത് ഇത് ലോക്കലി അവൈലബിൾ ആകുന്ന സാധനം കൂടിയാണ്. അതും കൂടി നമ്മൾ ഓർക്കണം. പിന്നെ ഇതിന്റെ RDX ഫോം എന്നൊക്കെ പറയുന്നത് ഇത് മിലിറ്ററി ഗ്രേഡ് ആണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡൗട്ടൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പൊ ആ തലത്തിലും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് 100 സ്ഥലങ്ങളാണ് ടാർഗറ്റ് ചെയ്തിരുന്നുള്ളതാണ്. 100 സ്ഥലങ്ങൾ. ഇപ്പോൾ ഒരു സ്ഥലത്ത് പൊട്ടിയപ്പോൾ തന്നെ നമുക്ക് ഇത്രയും നഷ്ടം. ഇതാണ് അതിൻ്റെ ഒരു ആഘാതം.
അപ്പോൾ നിങ്ങൾ 100 സ്ഥലം എന്ന് പറഞ്ഞ് ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 100 സ്ഥലങ്ങളാണ് ഈ തീവ്രവാദികൾ ടാർഗറ്റ് ചെയ്തിരുന്നത്, 100 ലൊക്കേഷൻസ്. ഇർഫാൻ അഹമ്മദ് എന്ന് പറഞ്ഞ ശ്രീനഗറിലുള്ള ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ്, ഈ പാരാമെഡിക്കൽ സ്റ്റാഫ് ഇയാളാണ് ഈ ഫരീദാബാദിലുള്ള കോളേജിൽ കംപ്ലീറ്റ് കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇയാളൊരു കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇയാൾക്ക് ഡയറക്റ്റായിട്ട് ജയ്ഷെ മുഹമ്മദ് പറഞ്ഞ ആ സംഘടനയുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ട്രംപ് ആദ്യമായിട്ട് ഒരു കത്ത് എഴുതുകയാണ്. കത്ത് നീണ്ട കത്താണ്, ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഈ കത്ത് എവിടേക്കാണെന്ന് പറഞ്ഞാൽ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു കത്താണ്. ഇത് ഇന്ത്യയിൽ നടന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് എഴുതിയ കത്തല്ല, ഇത് ഇസ്രായേലിന് എഴുതിയ കത്താണ്. ഇസ്രായേലിന്റെ ഗവർണർക്കും അവിടുത്തെ ഓപ്പോസിറ്റ് പാർട്ടിക്കും എഴുതുന്ന കത്താണിത്. എന്തുകൊണ്ടാണ് ഈ കത്ത് എഴുതുന്നത് പറഞ്ഞാൽ, ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ഒരു ട്രയൽ ഫേസ് ചെയ്യാണ്, ഒരു കറപ്ഷൻ കേസ്. ബാക്കിയുള്ള എല്ലാ കേസുകളും തീർന്ന് ഈ ഒരേ ഒരു കേസ്, ഒറ്റൊരു കേസ് മാത്രം ഇപ്പം നിലനിൽക്കുകയാണ്. കേസ് നമ്പർ 1000 എന്ന് തോന്നുന്നു. അപ്പോൾ ഈ 1000 എന്ന് പറഞ്ഞ നമ്പറുള്ള കേസിന് നെതന്യാഹു തുടരെ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പം ഈ കറപ്ഷൻ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് കാതലായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഈ വിധി, അതായത് ഈ ജസ്റ്റിസിനെ വരെ മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നെതന്യാഹു ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് ഓപ്പോസിറ്റ് പാർട്ടികൾ നെതന്യാഹുവിൻ്റെ അടുത്ത ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കാനുള്ള ആ ഒരു കാൻഡിഡേറ്റ്ഷിപ്പ് അതിനെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു വിധി പുറപ്പെടുവിക്കുമോ എന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് ഇസ്രായേലിൻ്റെ പാർലമെന്റ് വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെ നെതന്യാഹുവിനെ പോലെ ഒരു വ്യക്തിയെ നിങ്ങൾ ചെറിയ ഇതുപോലത്തെ കേസുകളൊക്കെ ഇട്ട് ഇങ്ങനെ തഴയാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം നെതന്യാഹുവിനെ പോലത്തെ ഒരു ലീഡർ ഇസ്രായേലിന് ആവശ്യമാണ്. ഇസ്രായേൽ ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെതന്യാഹുവിനെ പോലത്തെ ഒരു ലീഡർ ഇസ്രായേലിന് ആവശ്യമാണ് എന്നുള്ള നിലയിൽ ഒരു കത്ത് ഗവർണർക്കും അതേപോലെ ഓപ്പോസിറ്റ് പാർട്ടി ലീഡർക്കും അയച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ കേസിൽ നിന്നും നെതന്യാഹുവിനെ ഒഴിവാക്കണം, ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു നടപടി എടുക്കാൻ പാടില്ല, പുള്ളിക്ക് മാപ്പ് കൊടുത്ത് പുള്ളിയെ വെറുതെ വിടണം എന്നുള്ള ഒരു കത്ത് ട്രംപ് എഴുതിയിരിക്കുകയാണ് ഇസ്രായേലിലോട്ട്. ഓപ്പോസിറ്റ് പാർട്ടികൾ ഇപ്പോൾ ഈ ഒരു കത്തിനെ എടുത്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ, അതായത് നമ്മൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ഡെമോക്രസിയിൽ ഇടപെടാൻ പാടില്ല, ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്തരുത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് ഓപ്പോസിറ്റ് പാർട്ടി ഇപ്പോൾ ഉയർത്തുന്നത്. ഈ പൊളിറ്റിക്സിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ബിസിനസ് മൈൻഡ് സെറ്റിലുള്ള ട്രംപിന് ഒരു പിടുത്തമില്ല. ഇപ്പൊ ട്രംപ് എഴുതിയ ലെറ്ററിനെ തന്നെ ആയുധമാക്കി ഉപയോഗിക്കുകയാണ് ഓപ്പോസിറ്റ് പാർട്ടികൾ. ഗവർണർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇപ്പം നിലവിലെ അവസ്ഥ. ഗാസയും ഇസ്രായേലും ജോയിൻ ചെയ്ത ആ ഒരു സ്ഥലത്ത് 10,000 അമേരിക്കൻ പട്ടാളക്കാരെ കൊണ്ടുവന്ന് ഈ ഇസ്രായേലിന്റെ സൈഡിൽ ഒരു വലിയ ബേസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അമേരിക്ക ഒരുക്കുന്നത്. ഓൾറെഡി തന്നെ അമേരിക്കൻ പട്ടാളക്കാർ ഗാസയ്ക്കുള്ളിലുണ്ട്, ഒരു 500 പേരിലധികം അവരുണ്ട്. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ബേസിനാണ് പ്ലാൻ ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ. അപ്പോൾ ഇസ്രായേൽ ആയിരിക്കും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഒരു മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ ഒരു മാസ്റ്റർ ഗെയിം ചേഞ്ചറായിട്ട് മാറാൻ പോകുന്നത്. ഈ സെൻകോമിന്റെ ബ്രാഞ്ച് ഓഫീസ് ഉൾപ്പെടെയുള്ള വലിയ ബേസ് പ്രവർത്തിക്കുന്ന ഖത്തറിൽ നിന്നും ഈ ബേസ് എല്ലാം തന്നെ എടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് അമേരിക്ക പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഖത്തറിലുള്ള ബേസ് ടൈം ടു ടൈം ഉപയോഗിക്കുന്ന രീതിയിൽ അതിനെ ആക്കി തീർക്കുക എന്നുള്ളതാണ് പദ്ധതി. അതായത് ഫുൾ കൺട്രോൾ ഇസ്രായേലിന്റെ കയ്യിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഈ ലെബനാൻ ആയിക്കോട്ടെ, അതേപോലെ ഇപ്പുറത്തെ സിറിയ ആയിക്കോട്ടെ, എല്ലാ സൈഡിലും ഇസ്രായേലിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് സമ്പൂർണ്ണ ആധിപത്യം മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടിലാണ് അമേരിക്ക മുന്നോട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ ഈ തുർക്കിയുടെ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഈ C-130 B വേരിയന്റിൽപ്പെട്ട കാർഗോ എയർക്രാഫ്റ്റ് ആണ് പൊട്ടിത്തെറിച്ചത്. ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രാഥമികമായിട്ട് ഇതിന്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടിയ എയർക്രാഫ്റ്റ് 50 മുതൽ 60 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യയും C-130 ഈ മീഡിയം റേഞ്ച് എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. കാർഗോ എയർക്രാഫ്റ്റ് ഇന്ത്യ ഉപയോഗിക്കുന്നത് JB വേരിയന്റ് ആണ്, അത് പുതിയതാണ്, പഴയ മോഡലല്ല. ഈ എയർക്രാഫ്റ്റ് അസർബൈജാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ജോർജിയ ആ ഒരു ബോർഡറിലേക്ക് എൻ്ററായി തുർക്കിയിലേക്ക് യാത്ര നടത്തുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇത് ജോർജിയയുടെ മുകളിൽ വെച്ചിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. അവിടെ ജോർജിയയുടെ മുകളിൽ എത്തുമ്പോൾ തന്നെ ഇത് റഡാറിൽ നിന്നും അപ്രത്യക്ഷമാകുകയാണ്. 20 സീനിയർ ഉദ്യോഗസ്ഥർ ഈ എയർക്രാഫ്റ്റിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ലോഡഡ് ആയിരുന്നു. എന്നിട്ട് ഇത് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് സാധാരണ ഒരു എയർക്രാഫ്റ്റ് ക്രാഷായി വീഴുന്നത് പോലെ അല്ല ഇത് വീണിരിക്കുന്നത്. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുകയാണ്. അതായത് വിങ് ബോക്സ് ഫ്യൂസിലേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ വിങ് ബോക്സ് ഫ്യൂസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റിന്റെ ചിറകിന്റെ ബാക്കിലോട്ടുള്ള ഭാഗവും അതിന്റെ മുമ്പിലോട്ടുള്ള ഭാഗവും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കുന്ന ഫ്യൂസ് ചെയ്യുന്ന ഏരിയയാണത്. ഇത് എയർക്രാഫ്റ്റിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്യൂസിലേഷനാണ്, വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂസിലേഷനാണ്. അത്ര എളുപ്പത്തിലൊന്നും അങ്ങനെ അടർന്നു പോകുന്ന ഒരു സംവിധാനമല്ല
ഈ ഒരു ഫ്യൂസിലേഷൻ. ഇതിന്റെ എയർ ക്യാബിനറ്റ് ഭയങ്കരമായിട്ടുള്ള വീക്കായിരുന്നു, ഇത് പഴയതാണ് എന്നൊക്കെ പറയുന്നെങ്കിലും ഇതിന്റെ വീഴുന്ന ഒരു രീതി അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് സംശയം ഉയർത്തുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ജോർജിയയുടെ മേളിൽ പറന്നു വരുമ്പോൾ തന്നെ റഡാറിൽ നിന്നും അപ്രത്യക്ഷമാകുകയാണ്. അപ്പോഴത്തേക്കും തുർക്കിയിൽ നിന്നും ഒരു അനൗൺസ്മെന്റ് പോകുന്നുണ്ട്, തുർക്കിയുടെ ഒരു എയർക്രാഫ്റ്റ് റഡാറിൽ നിന്ന് മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ആ പറയുന്ന സാഹചര്യത്തിൽ തന്നെ ജോർജിയ കൺഫേം ചെയ്യുന്നുണ്ട് ഒരു ഫ്ലൈറ്റ് നമ്മളുടെ എയർ സ്പേസിൽ ക്രാഷ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഈ തുർക്കിയുടെ എയർക്രാഫ്റ്റ് തന്നെയാണ് ക്രാഷ് ആയത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ അന്വേഷണങ്ങളുടെ ഇടയിലാണ് ഈ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. കാരണം ഇത് പൊട്ടി വീഴുന്ന സമയത്ത് ഒന്നാമത് ഇത് രണ്ടായിട്ട് ഇങ്ങനെ പൊട്ടുന്നത്, ഈ ഫ്യൂസിലേഷൻ അടർന്നു പോയത്. ഈ ഫ്യൂസിലേഷൻ അടർന്നു പോയതിന് ഒരു ഡൗട്ട് പറയുന്നത് ഈ എയർക്രാഫ്റ്റിന്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും തരത്തിലൊരു ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവാം. ആരെങ്കിലും സസ്പെക്ട് ആയിട്ട് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുർക്കിയുടെ ആർമി ഉദ്യോഗസ്ഥരെയൊന്നും അവർ ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കി കാണുന്നില്ല. പക്ഷെ എന്നാലും അവർ ആ രീതിയിലും അന്വേഷിക്കുന്നുണ്ട്, ഉള്ളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. രണ്ടാമത് റഷ്യയും അർമേനിയയും ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കി കാണുന്നുണ്ട്. കാരണം അസർബൈജാൻ ആയുധം കൊടുക്കുന്നത് നിരന്തരമായിട്ട് ഇതേപോലത്തെ C-130 തുർക്കി അസർബൈജാന് ആയുധം കച്ചവടം നടത്തുന്നത്. അപ്പൊ ഇത് അർമേനിയക്കെതിരെയാണ് ഈ പ്രവൃത്തി. അർമേനിയ ഒരുപക്ഷെ ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഡൗട്ടും കൂടി അവർക്കുണ്ട്. അതുപോലെ തന്നെ റഷ്യയും കൂടി ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കി കാണുന്നുണ്ട്. കാരണം ഈ ഇടപെട്ട കാലങ്ങളിൽ റഷ്യ GPS ജാമർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ GPS ജാമർ ഉപയോഗിച്ച് അതിലെന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഡിഫക്ട്സ് സംഭവിച്ചിട്ട് ഇത് റഡാറിൽ നിന്നും ഡിസ്കണക്ട് ആയതാണോ, ആ രീതിയിലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള അന്വേഷണങ്ങളും അനുമാനങ്ങളാണ് തുർക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഫ്ലൈറ്റ് ക്രാഷിൽ. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ കറങ്ങിയാണ് താഴോട്ട് വരുന്നത്. ഇതിന്റെ ഒരു ഡയറക്ഷൻ മെത്തേഡ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇത് വളരെ റേറസ്റ്റ് മെത്തേഡ് ഓഫ് ക്രാഷ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വന്നത് എന്നതിനെ കുറിച്ച് ഒരു ഡീപ്പ് സ്റ്റഡിയാണ് ഇപ്പം തുർക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സ്റ്റഡി ഗ്ലോബലി ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം C-130 എന്ന് പറയുന്നത് പല രാജ്യങ്ങളും ഈ ആയുധങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതേപോലെ ഈ സോൾജേഴ്സിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടി ട്രൂപ്പ് ഡിപ്ലോയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബലി തന്നെ ഇതൊരു ഫോക്കസ് പോയിന്റ് ആയിട്ട് ശ്രദ്ധേയമായി നോക്കി കാണുന്നുണ്ട് ഇതിന്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുർക്കി പറഞ്ഞിരിക്കുന്നത് ഇതൊരു പക്ഷേ 1-1.5 മാസങ്ങൾ എടുക്കും ഇതിന്റെ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ യഥാർത്ഥ കാരണം പുറത്തു വരത്തുള്ളൂ. അതുവരെ പറയുന്നതെല്ലാം അനുമാനങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ തുർക്കി ഞാൻ പറഞ്ഞ മാതൃകയിലുള്ള അന്വേഷണ മാർഗങ്ങളെല്ലാം തന്നെ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും റഷ്യ അർമേനിയയുമായിട്ട് ബന്ധപ്പെട്ട് GPS സ്പൂഫിങ്ങും കൂടി അവർ ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കി കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.